നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന നിലവിളക്ക്, താലം, അങ്ങനെ പിത്തള പാത്രങ്ങൾ കുറേ ഉണ്ടാവില്ലേ. പക്ഷെ അതൊക്കെ നല്ല വൃത്തിയിൽ നിൽക്കൽ കുറച്ച് പണി തന്നെ ആവും. ക്ലാബൊക്കെ പിടിച്ചിങ്ങനെ കിടക്കും. പക്ഷെ അതെങ്ങനെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വൃത്തിയാക്കാമെന്ന് നോക്കാം. ഞാൻ പോലും അന്തം വിട്ട് പോയിട്ടോ. അത് അത്രയും വൃത്തിയിൽ കിട്ടിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കിട്ടുമോ അല്ലേന്ന് എനിക്ക് അറിയില്ല. പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞാൻ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. 100% നല്ല വൃത്തിയായിട്ട് കിട്ടിയെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അത് എൻ്റെ വീട്ടിലത്തെ വിളക്കും അതുപോലെ തന്നെ അത് വെക്കുന്ന താലം കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ക്ലീൻ ആക്കാൻ വേണ്ടത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ. കുറേ സാധനങ്ങളൊന്നും വേണ്ട, കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അതൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഒന്നും നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതിന് ആദ്യം വേണ്ടത് എന്താണ്? കുറച്ച് ഉപ്പ് വേണം. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി കുറച്ച് വേണം. ഇതും നമ്മുടെ വീട്ടിലുള്ളതാണ്, ഉപ്പും നമ്മുടെ വീട്ടിലുള്ളതാണ്. അപ്പോൾ ഈ 2 സാധനങ്ങൾ ഇടുക. പിന്നെ വേണ്ടത് ഗോതമ്പ് പൊടി. ഇതും നമ്മുടെ വീട്ടിൽ കിട്ടും. റേഷൻ കടയിൽ നിന്നൊന്നും കിട്ടാത്ത പോലെ ആരും ഉണ്ടാവില്ലല്ലോ. ഏത് സാധാരണക്കാരൻ്റെ വീട്ടിലുണ്ടാവും ഗോതമ്പ് പൊടി ഉണ്ടാവും. പിന്നെ വേണ്ടത് നാരങ്ങ കേട്ടോ. ഇതാവും പിന്നെ നമ്മളെ വീട്ടിലൊന്നും ഇല്ലാതെ നിൽക്കുക. പക്ഷേ ഇപ്പോൾ വേനലായതുകൊണ്ട് ഇതിനും പഞ്ഞല്ല, ഇതും ഉണ്ടാവും നമ്മളെ വീട്ടിൽ. എൻ്റെ വീട്ടിലത്തെ കഴിഞ്ഞു കേട്ടോ. കാരണം ആകെ ഒരു കഷ്ണമുള്ളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ വെള്ളം കലക്കി കുടിക്കലുണ്ട്. അതത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇല്ലത് വെച്ചിട്ടത് കാണിക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ഈ പൊടികളെല്ലാം നാരങ്ങ നീരും ഒക്കെ എല്ലാതും കൂടെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു മയപ്പെടുത്തി വെക്കുക. നമ്മളെ വീട്ടമ്മമാർക്കാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ കമൻറ്റ്, ലൈക്കും ഒക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അത്രേ പറയാനുള്ളൂ. അങ്ങനെ വിളക്കും താലവും കഴുകാല്ല ആ ഒരു കൂട്ടി ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ ആ താലത്തിലും അതുപോലെ വിളക്കിലൊക്കെ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. പിന്നെ അതുപോലെ നാരങ്ങ നീര് ഒരു കഷ്ണം കൂടി വേണം കേട്ടോ. ഇതിൻ്റെ ഞാൻ പറഞ്ഞേ. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള നാരങ്ങ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാനാകെ അത്ഭുതപ്പെട്ടു പോയിട്ടോ. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഇത്ര നല്ലതിൽ കിട്ടുമെന്ന് ഞാൻ കരുതിയിട്ടില്ല കേട്ടോ. മാറ്റം കണ്ടപ്പോൾ ഇക്കന്നെ അത്ഭുതമായി. വിളക്കൊക്കെ കഴുകുമ്പോൾ ഇങ്ങനെ ഈ ഒരു എക്സോ സോപ്പ് ഇട്ടൊന്നും കഴുകിയിട്ടൊന്നും അങ്ങോട്ട് വൃത്തിയാവില്ലേ. ഇങ്ങനെ കഴുകി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വലിയ റിസ്ക്കും ഇല്ല, സുഖമായിട്ട് നമുക്ക് കഴുകാം. ഇനിയിപ്പോൾ വിളക്കൊക്കെ വെക്കുമ്പോഴേക്ക് അങ്ങനെ കഴുകാമല്ലോ. ഇക്കെന്നല്ല എല്ലാവർക്കും കഴുകാം. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഈ ഒരു ട്രിക്കില്ലേ അത് കുറച്ച് നേരത്തെ ആണെങ്കിൽ എത്ര സുഖമായിരുന്നു. ഇപ്പോഴാവും അതിന് ടൈമായത്. എന്തായാലും സംഭവം അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഞാൻ പറയണത് മാത്രമല്ലല്ലോ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. താലം ഞാനവിടെ കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളെ വിളക്കും കൂടെ ഒന്ന് ഉരച്ച് നോക്കാം. ഇതിന്മേൽ നല്ലോണം ക്ലാവും ഇതൊക്കെ അരിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് വൃത്തിയാക്കട്ടെ. അങ്ങനെ ഞാൻ താലവും അതുപോലെ നിലവിളക്കൊക്കെ നല്ലപോലെ ഉരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് കഴുകാം. അപ്പോൾ ഇങ്ങൾക്ക് തന്നെ അതിൻ്റെ മാറ്റം ഇങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഞാൻ പറയണതാണോ അതേപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ പറയണതല്ല, ഇങ്ങൾക്ക് തന്നെ മനസ്സിലാവണില്ലേ. ആ വെള്ളം കൊണ്ട് കഴുകുമ്പോൾ തന്നെ ആ ഒരു താലത്തിൻ്റെ ആ ഒരു കളറൊന്ന് നോക്കി. ഫസ്റ്റ് ഞാൻ കാണിച്ചെന്ന താലം ഇപ്പോൾ ഉള്ള ആ താലത്തിൻ്റെ ആ ഒരു മാറ്റം ഞാൻ പറഞ്ഞത് സത്യമല്ലേ. ഞാൻ പറഞ്ഞില്ലേ എനിക്കെന്നെ അത്ഭുതമായി എന്ന് പറഞ്ഞത് ഈ ഒരു കാഴ്ച കണ്ടപ്പോഴാണ്. ഈ ഒരു ഇതിന് ഇത്രയും നല്ല ശക്തി ഉണ്ട് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത്തരം വീഡിയോസ് ഇനി ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വിളക്കും താലവും ക്ലീൻ ആയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളെ വിളക്കും താലൊക്കെ ഒന്ന് കഴുകുക. അതായത് ഈ പിച്ചള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് നിങ്ങളെ ആ ഒരു അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക കേട്ടോ, എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, ബായ്. ഇത്രേ ഉള്ളൂ കേട്ടോ.